ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ CDSന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കൂടാതെ 1 വീക്കിനുള്ളിൽ സിവിൽ സർവീസിന്റെയും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. സിലബസും കംപ്ലീറ്റ് ചെയ്യും. ഒരു റിവിഷൻ സീരീസും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ ഡിഫൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. CDSന്റെ സിലബസിൽ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണിത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂടാതെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും വാട്സപ്പ് ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യുക. കൂടാതെ ക്ലാസിന്റെ നോട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ആക്കിയേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂടാതെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Who is the Supreme Commander of Indian Armed Forces? Indian Armed Forces ഏതൊക്കെയാണ്? ആർമി, നേവി, എയർഫോഴ്സ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ദ്രൗപദി മുർമു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി. Who is the Supreme Commander of Indian Armed Forces? Army, Navy and Air Force. Answer is President of India. ഇനി ഇന്ത്യൻ ആർമിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താണ്? ഉത്തരം സർവീസ് ബിഫോർ സെൽഫ്. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താണ്? ഉത്തരം സർവീസ് ബിഫോർ സെൽഫ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യൻ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 15. ജനുവരി 15-നാണ് ഇത് ഇന്ത്യൻ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജനുവരി 15-ന്. ഇനി ഇന്ത്യൻ ആർമി രൂപീകൃതമായ വർഷം, ഫൗണ്ടായ വർഷം എന്നാണെന്നാണ്? ഉത്തരം 1947. ഇന്ത്യൻ ആർമി ഫൗണ്ടഡ് ഇൻ 1947 ഇയർ ആണ്. ഈ 1947ന്റെ പ്രത്യേകത എന്താ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണിത് 1947. ക്വസ്റ്റ്യൻ നമ്പർ 5. ആക്റ്റീവ് പേഴ്സണൽസ് ഇൻ ഇന്ത്യൻ ആർമി 1.4 മില്യൺ. ഇന്ത്യൻ ആർമിയിലെ ആക്റ്റീവ് പേഴ്സണൽസ് എത്രയാണ്? 1.4 മില്യൺ. ഇനി റിസർവ് പേഴ്സണൽസ് ഇൻ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിലെ റിസർവ് പേഴ്സണൽസ് എത്രയാണ്? 2.1 മില്യൺ. ആക്റ്റീവ് പേഴ്സണൽസ് 1.4 മില്യൺ. റിസർവ് പേഴ്സണൽസ് 2.1 മില്യൺ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്ത്യൻ ആർമി ട്രെയിനിങ് സെന്ററിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഷിംല. ഇന്ത്യൻ ആർമി ട്രെയിനിങ് സെന്ററിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഷിംല. അതായത് ഇന്ത്യൻ ആർമി ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്നത് ഒരു ആർമി കമാൻഡ് ആണ്. ഇന്ത്യൻ ആർമിയുടെ കമാൻഡ്സും ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും കമാൻഡ്സും നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്ത്യൻ ആർമി ട്രെയിനിങ് സെന്ററിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഷിംല. ഫസ്റ്റ് ആർമി ചീഫ് 1947 ആർമി രൂപീകൃതമായ വർഷത്തില് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ആർമി ചീഫ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം റോബർട്ട് MC ഗ്രിഗോർ ലോക്ക്ഹാർട്ട്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആർമി ചീഫ് ഓഫ് ആർമി ചീഫ്. ആൻസർ റോബർട്ട് MC ഗ്രിഗോർ ലോക്ക്ഹാർട്ട്. ഇയർ ഓർത്തു വെക്കുക 1947. ഇനി ഇന്ത്യൻ ആർമിയിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഗോൾഡ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഓർത്തു വെക്കുക ഇന്ത്യൻ ആർമിയിലെ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഗോൾഡ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇനി നമ്പർ ഓഫ് കമാൻഡ്സ് ഇൻ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിൽ എത്ര കമാൻഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്? 7 എണ്ണമാണ് ഉള്ളത്. നമ്പർ ഓഫ് കമാൻഡ്സ് ഇൻ ഇന്ത്യൻ ആർമി. ആൻസർ is 7. ഇനി ഇന്ത്യൻ നേവി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം ഒന്നുകൂടി. ഇന്ത്യൻ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ നേവിയുടെ മോട്ടോ എന്താണ്? ശ്യാം നൗ വരുണ. ഇന്ത്യൻ നേവിയുടെ മോട്ടോ ശ്യാം നൗ വരുണ. ഇന്ത്യൻ നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 4. ചോദ്യം ഇന്ത്യൻ നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 4. ചോദ്യം ഇന്ത്യൻ നേവി ഫൗണ്ടായ വർഷം, രൂപീകൃതമായ വർഷം? ഉത്തരം 1947. ഇന്ത്യൻ ആർമി പോലെ തന്നെ 1947 ഇന്ത്യൻ നേവിയും രൂപീകൃതം ആയത്.
ഇനി ഇന്ത്യൻ നേവിയിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് നേവി ബ്ലൂ, ഗോൾഡ് ആൻഡ് വൈറ്റ്. കളേഴ്സ് ഏതൊക്കെയാണ്? നേവി ബ്ലൂ, ഗോൾഡ് ആൻഡ് വൈറ്റ്. ആർമിയിൽ ഏതൊക്കെയാ വന്നത്? റെഡ്, ബ്ലാക്ക് ആൻഡ് സോറി, ആർമിയിൽ റെഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, റെഡ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. നേവിയിൽ നേവി ബ്ലൂ, ഗോൾഡ് ആൻഡ് വൈറ്റ്. ഇനി നമ്പർ ഓഫ് കമാൻഡ്സ് ഇൻ ഇന്ത്യൻ നേവി. ആൻസർ എത്രയാണ്? 3. ഇന്ത്യൻ ആർമിയിൽ എത്ര കമാൻഡ്സ് ഉണ്ടായിരുന്നു? 7. ഇന്ത്യൻ നേവിയിലെ നമ്പർ ഓഫ് കമാൻഡ്സ് എത്രയാണ്? 3. ഇനി ഫസ്റ്റ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ് രാംദാസ് കട്ടാരി 1958. ആ ഇയറും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ് ആൻസർ രാംദാസ് കട്ടാരി. ഇനി എയർഫോഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഉത്തരം ന്യൂഡൽഹി. അപ്പൊ ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ. ഉത്തരം ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഉത്തരം 8th ഒക്ടോബർ. ചോദ്യം, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 8. ഞാൻ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് നമുക്ക് CDSന്റെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഹിന്ദിയിലും ഉള്ളൂ, മലയാളത്തിലില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ PDF കൊടുത്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്ത്യൻ എയർഫോഴ്സ് ഫൗണ്ടഡ് ഇൻ 1932. ഇന്ത്യൻ എയർഫോഴ്സ് ഫൗണ്ട് ആയത് എന്നാണ്? രൂപീകൃതമായത് എന്നാണ്? 1932. ഇനി ഇന്ത്യൻ എയർഫോഴ്സിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നാണ്? നേവി ബ്ലൂ, സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്. ഇന്ത്യൻ എയർഫോഴ്സിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? നേവി ബ്ലൂ, സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്. ഇനി ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ് 1964. ഇയർ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ് 1964. ഈ എയർ ചീഫ് മാർഷൽ എന്നുള്ള ഒരു റാങ്ക് ഒരാൾക്ക് മാത്രമേ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. അത് ആർക്കാണ്? അർജൻ സിംഗിന് ആണ്. ഇനി ഇന്ത്യൻ എയർഫോഴ്സിലെ കമാൻഡ്സിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫങ്ഷണൽ കമാൻഡ്സ് എന്നും ഓപ്പറേഷണൽ കമാൻഡ്സ് എന്നും. അതില് നമ്പർ ഓഫ് ഫങ്ഷണൽ കമാൻഡ്സ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ആൻസർ ഈസ് 2. നമ്പർ ഓഫ് ഓപ്പറേഷണൽ കമാൻഡ്സ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ആൻസർ വരുന്നത് 5 ആണ്. അപ്പൊ ഫങ്ഷണൽ കമാൻഡ്സ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഫങ്ഷണൽ കമാൻഡ്സിന്റെ എണ്ണം എത്രയാണ്? 2. ഓപ്പറേഷണൽ കമാൻഡ്സിന്റെ എണ്ണം എത്രയാണ്? 5. ഇനി ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ വരുന്നത് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ഈസ് വിത്ത് ദ ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് വരുന്ന ഏതൊക്കെയാണ്? ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് വരും. പിന്നെ കൂടാതെ ഈ ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമ്പോൾ കോസ്റ്റ് ഗാർഡും കൂടെ വരുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ 5 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. നമുക്ക് ഏതൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് DRDO. DRDO എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇനി പിന്നെ ഉള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന 5 ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, Department of DRDO, Defense Research Development Organization, Research and Development Organization, Department of Military Affairs and Department of Ex-Servicemen Welfare. Questions ഒന്നുകൂടി നോക്കാം. Who is the Supreme Commander of Indian Armed Forces? Answer, President of India. Who is the Supreme Commander of Indian Armed Forces? Indian Armed Forces ന്റെ Supreme Commander ആരാണ്? Answer, President of India. ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ സർവീസ് ബിഫോർ സെൽഫ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യൻ ആർമിയുടെ മോട്ടോ. ഉത്തരം സർവീസ് ബിഫോർ സെൽഫ്. ഇന്ത്യൻ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 15. ഇന്ത്യൻ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഉത്തരം ജനുവരി 15. ഇന്ത്യൻ ആർമി രൂപീകൃതമായത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1947.
ഇന്ത്യൻ ആർമി രൂപീകൃതമായത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1947. ആക്റ്റീവ് പേഴ്സണൽസ് ഇൻ ഇന്ത്യൻ ആർമി 1.4 million. റിസർവ് പേഴ്സണൽസ് ഇൻ ഇന്ത്യൻ ആർമി 2.1 million. ഇന്ത്യൻ ആർമിയിലെ ആക്റ്റീവ് പേഴ്സണൽസ് 1.4 million. ഇന്ത്യൻ ആർമിയിലെ റിസർവ് പേഴ്സണൽ 2.1 million. ആർമി ട്രെയിനിങ് സെന്ററിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ഷിംല. ആർമി ട്രെയിനിങ് സെന്ററിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ഷിംല. ചോദ്യം, ഫസ്റ്റ് ആർമി ചീഫ് 1947-ലെയാണ്. ഉത്തരം റോബർട്ട് എം സി ഗ്രിഗോ ലോക്ക്ഹാർട്ട്. ഫസ്റ്റ് ആർമി ചീഫ് റോബർട്ട് എം സി ഗ്രിഗോ ലോക്ക്ഹാർട്ട്. കളേഴ്സ്, ഇന്ത്യൻ ആർമിയിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഗോൾഡ്, റെഡ് ആൻഡ് ബ്ലാക്ക്. കളേഴ്സ് ഇന്ത്യൻ ആർമിയിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഓർത്ത് വെക്കുക, ഗോൾഡ്, റെഡ് ആൻഡ് ബ്ലാക്ക്. Question number 10. Number of commands in Indian Army. Answer 7. Number of commands in Indian Army. Answer 7. Indian Navyയുടെ headquarters. ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ നേവിയുടെ headquarters എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ നേവിയുടെ മോട്ടോ ശ്യാം നൗ വരുണ. ഇന്ത്യൻ നേവിയുടെ മോട്ടോ ശ്യാം നൗ വരുണ. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താണ്? സർവീസ് ബിഫോർ സെൽഫ്. ഇന്ത്യൻ നേവിയുടെ മോട്ടോ ശ്യാം നൗ വരുണ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്താണ്? ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഇന്ത്യൻ നേവി ഡേ 4th ഡിസംബർ. ഡിസംബർ 4-ാണ് എന്ത്? ഇന്ത്യൻ നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ നേവി ഫൗണ്ട് ആയ വർഷം 1947. ഇന്ത്യൻ നേവി രൂപീകൃതമായ വർഷം 1947. ഇന്ത്യൻ നേവിയിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് നേവി ബ്ലൂ, ഗോൾഡ് ആൻഡ് വൈറ്റ്. നമ്പർ ഓഫ് കമാൻഡ്സ് ഇൻ ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയിലെ കമാൻഡുകളുടെ എണ്ണം 3. ഫസ്റ്റ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ് രാംദാസ് കട്ടാരി. ഇയർ ഓർത്ത് വെക്കുക 1958. ഫസ്റ്റ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ് രാംദാസ് കട്ടാരി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി. നന്നായിട്ട് ഓർത്ത് വെക്കുക, ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഇന്ത്യൻ എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഒക്ടോബർ 8-ന്. ഇന്ത്യൻ എയർഫോഴ്സ് ഫൗണ്ട് ആയ വർഷം 1932. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഫൗണ്ട് ആയത് 1947. ഇന്ത്യൻ എയർഫോഴ്സ് ഫൗണ്ട് ആയത് 1932. ഇന്ത്യൻ എയർഫോഴ്സിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് നേവി ബ്ലൂ, സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്. ഇന്ത്യൻ എയർഫോഴ്സിൽ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? നേവി ബ്ലൂ, സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്. ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ അതാരാണ്? അർജൻ സിംഗ്. ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ്. നമ്പർ ഓഫ് ഫങ്ഷണൽ കമാൻഡ്സ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് 2. നമ്പർ ഓഫ് ഓപ്പറേഷണൽ കമാൻഡ്സ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് 5. ഇനി ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോള് ഏത് ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ 5 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്? 5 ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ്സ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDOയുടെ ഫുൾ ഫോം. കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ. കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഷോർട്ട് നോട്ട്സും സ്റ്റഡി ടിപ്സും SSC, CSC, CDS, കേരള PSC, PYQസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അക്കൗണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഉറപ്പായിട്ടും CDS നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നല്ല രീതിക്ക് പഠിക്കുക. ഫ്രീ ആയിട്ട് ക്ലാസ്സസ് എല്ലാം കിട്ടുന്നതാണ്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. കൂടാതെ ഗവൺമെന്റ് ജോബ് ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.